ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർക്വാർട്ടൈൽ റേഞ്ച് ദാറ്റ് ഈസ് Q3 മൈനസ് Q1 നമുക്ക് 19 കിട്ടി. കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. അപ്പോൾ 29 ആണ് Q3 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 29 മൈനസ് 10 ഡിവൈഡ് ബൈ 29 പ്ലസ് 10. അപ്പോൾ 19 ബൈ 39 ദാറ്റ് ഈസ് ഇക്വൽ ടു 0.49 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ n എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അപ്പോൾ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടാവും അല്ലേ? 5, 8, 10, 12, 19, 20, 32. അവിടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലേ? അവിടെ അതാണ് എന്ത് നമ്മുടെ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി 5 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 8 എന്ന് പറഞ്ഞാൽ 10 ടൈംസ്, 32 എന്ന് പറഞ്ഞാൽ 6 ടൈംസ് അല്ലേ? അറിയാലോ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അല്ലേ? 5, 8. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. സൈസ് ഓഫ് n പ്ലസ് 1/4 ഐറ്റം. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സിഗ്മ എഫ്, അതായത് 3, 10, 15, 20, 8, 7, 6 ഇതെല്ലാം ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ടോട്ടൽ ആണ്, അല്ലെങ്കിൽ സിഗ്മ എഫ് ആണ് n എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു Q1 അല്ലെങ്കിൽ 3 ഇൻറ്റു n പ്ലസ് 1/4. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിന്റെ ടോട്ടൽ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ നമ്മൾ എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം കാണേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുക? ആദ്യം 3 എന്ന് എഴുതുക, 3ന്റെ കൂടെ 10 കൂട്ടുക, അത്രയാണ് 13. ഇനി 13ന്റെ കൂടെ 15 കൂട്ടുക, അത്രയാണ് 28. അങ്ങനെ കൂട്ടി കൂട്ടി പോവുക. അപ്പൊ 69 വരെ കിട്ടും. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക, n കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് 69, അല്ലെങ്കിൽ ഇത് ടോട്ടൽ ചെയ്താലും നിങ്ങൾക്ക് n കിട്ടും. ഓക്കെ. ആൻഡ് നമ്മൾ ഇനി Q1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Q1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n പ്ലസ് 1/4. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 69 ആണ്. അപ്പൊ 69 പ്ലസ് 1 ദാറ്റ് ഈസ് 70 പ്ലസ് 69 പ്ലസ് 1/4 ഐറ്റം, അല്ലെങ്കിൽ 70/4 ഐറ്റം ദാറ്റ് ഈസ് എത്രയാണ്? 17.5. 17.5 ഐറ്റം ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഫ്രീക്വൻസിയിലല്ല നോക്കേണ്ടത്, അതിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 17.5 എവിടെയായിരിക്കും? 13ൽ വരില്ല. നെക്സ്റ്റ് എത്രയാണ്? 28 ആണ്. അപ്പൊ 28 ആണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിനകത്ത് എവിടെയാണ്? അപ്പൊ എവിടെയാണ്? 10 എന്ന് പറയുന്നതാണ് നമ്മുടെ അതിന് നേരെയുള്ള സൈസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ അവിടെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 ആണ് നമ്മുടെ Q1 എന്ന് പറഞ്ഞാൽ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് Q3 ആണ്. Q3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു n പ്ലസ് 1/4. ദാറ്റ് ഈസ് 3 ഇൻറ്റു നേരത്തെ കണ്ട 70/4, അല്ലെങ്കിൽ 3 ഇൻറ്റു 69 പ്ലസ് 1/4 ഐറ്റം, ദാറ്റ് ഈസ് 3 ഇൻറ്റു 70/4 ഐറ്റം, ദാറ്റ് ഈസ് നമുക്ക് ഉത്തരം വരിക 52.5, അല്ലെങ്കിൽ 52.5 ഐറ്റം. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് 52.5 വരിക? 3ൽ വരില്ല, 13ൽ വരില്ല, 28ൽ വരില്ല, 48ൽ വരില്ല. അപ്പൊ 56ലാണ് ഏത് വരിക? ഈ 52.5. അതിന്റെ നേരെയുള്ള സൈസ് നോക്കുക, ദാറ്റ് ഈസ് 19 ആണ് നമ്മുടെ എന്ത്? Q3 എന്ന് പറയുന്നത്. അപ്പൊ 19 ആണ് നമ്മുടെ Q3. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Q3 മൈനസ് Q1/2. Q3 എന്ന് പറഞ്ഞാൽ 19 കിട്ടി, മൈനസ് 10/2. അപ്പൊ 19 മൈനസ് 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കാണുക. നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ കണ്ടിന്യൂസ്, ഇതാണ് ഡിസ്ക്രീറ്റിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ഉണ്ടാവുക, ആൻഡ് അതിന്റെ നേരെ ഫ്രീക്വൻസി ഉണ്ടാവും. നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ഓക്കെ.
നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ ഡിസ്ക്രീറ്റിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നോക്കുവാണെങ്കിൽ മാർക്സ് ഇവിടെ തന്നിട്ടുണ്ട് 10, 20, 30, 40, 50, 60. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 4, 7, 15, 7, 2 എന്ന് പറയുന്നത്. അവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കാണാം. ആദ്യം 4 എന്ന് എഴുതുക, 4ൻ്റെ കൂടെ 7 കൂട്ടുക 11, 11ൻ്റെ കൂടെ 15 കൂട്ടുക 26, 26ൻ്റെ കൂടെ 8 കൂട്ടുക 34. അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് 43 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? Q1 equal to size of n plus 1 by 4th item. അപ്പോൾ size of n എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ, അതായത് 43 ആണ് അല്ലേ? 43 അല്ലേ? ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് 43. അപ്പോൾ 43 പ്ലസ് 1 by 4th item, that is 44 by 4, that is 11th item. 11th item എവിടെയാണുള്ളത്? 11ൻ്റെ നേരെ നോക്കുക, എത്രയാണ്? 20 ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്ന് ഓർത്ത് വെക്കുക. Q3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു n പ്ലസ് 1 ബൈ 4th ഐറ്റം ആണ്. 3 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഗെയിൻ 43 പ്ലസ് 1 ബൈ 4th ഐറ്റം, ദാറ്റ് ഈസ് 3 ഇൻറ്റു 11th ഐറ്റം, ദാറ്റ് ഈസ് 33rd ഐറ്റം. 33 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണ് വരിക? 4ൽ വരില്ല, 11ൽ വരില്ല, 26ൽ വരില്ല, 34ൽ വരും. സോ 40 ആണ് നമ്മുടെ നമ്മുടെ വാല്യൂ. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ 40 കിട്ടി. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 20 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് ഉത്തരം കിട്ടും. ഇനി കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 40 മൈനസ് 2, ദാറ്റ് ഈസ് Q3 മൈനസ് Q1 divided by Q3 plus Q1, that is 40 minus 20 divided by 40 plus 20, that is equal to 0.333 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസിൽ. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ലെസ് ദാൻ 35. അപ്പോൾ ഒരു മണിക്കൂറിൽ വേജസ് കിട്ടുന്നതാണ് 35 റുപ്പീസിന് താഴെ കിട്ടുന്നത്, അല്ലെങ്കിൽ 35 to 37, 38 to 40, 41 to 43. അപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട്, ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ്? അപ്പോൾ നമ്മൾ Q1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സൈസ് ഓഫ് n ബൈ 4th ഐറ്റം ആണ്. എന്താണ്? സൈസ് ഓഫ് n ബൈ 4th. ഓക്കെ, അത് ഓർത്ത് വെക്കുക, സൈസ് ഓഫ് n ബൈ 4th ഐറ്റം. അതുപോലെ തന്നെ Q3 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് 3n ബൈ 4, അല്ലെങ്കിൽ n ബൈ 4 ഇൻറ്റു 3. ഓക്കെ, സൈസ് ഓഫ് n ബൈ 4 ഇൻറ്റു 3, അല്ലെങ്കിൽ സൈസ് ഓഫ് 3 ഇൻറ്റു n ബൈ 4th ഐറ്റം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ഒരു ക്ലാസ് ആണ് അല്ലേ? അതായത് നമുക്ക് ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ പെർട്ടിക്കുലർ നമ്പർ കിട്ടും പോയിന്റഡ് ആയിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് Q3യും Q1ഉം കണ്ടുവരുമ്പോൾ ഒരു ക്ലാസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ആണ് കിട്ടിയത്. അപ്പോൾ ആ ക്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയാൽ നമ്മളെ Q3യും Q1ഉം ഈ ഒരു വാല്യൂവിന് ഇടയിലാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കറിയണം അല്ലേ? പെർട്ടിക്കുലർ നമ്മൾ പിൻ പോയിന്റഡ് ആയിട്ട് ഈ വാല്യൂ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Q1 ഈക്വൽ ടു L പ്ലസ്, L എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ് കേട്ടോ, അത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം L പ്ലസ് n ബൈ 4 മൈനസ് CF ബൈ F ഇൻറ്റു C. ഇത് കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, ഒന്നുമില്ല മക്കളെ, വേഗം കിട്ടുന്നതാണ്. അപ്പം L പ്ലസ് n ബൈ 4 മൈനസ് CF ബൈ F ഇൻറ്റു C. അപ്പോൾ Q3 ആണെങ്കിൽ എന്ത് വരും? സെയിം ഇക്വേഷൻ തന്നെയാണ്. L പ്ലസ് ഇവിടെ n ബൈ 4 വരുമ്പോൾ എന്താണ്? 3n ബൈ 4 വരും. ഓക്കെ, മൈനസ് CF സെയിം, എന്താണ്? ബൈ F സെയിം, ഇൻറ്റു C സെയിം. അപ്പോൾ ഈ Q1ഉം Q3യും കാണാനുള്ള കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ അവിടെ എന്ത് മാത്രമേ മാറ്റുള്ളൂ? n ബൈ 4 എന്ന് പറയുന്നത് Q1 വരും, ആൻഡ് ഇവിടെ 3n ബൈ 4 വരും. ഓക്കെ, അതൊരു മാറ്റം മാത്രമേ ഈ ഒരു ഇക്വേഷനിലുള്ളൂ. ഓക്കെ,
അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് വാല്യൂസ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 14 എഴുതുക. 14നോട് 62 കൂട്ടിയാൽ 76, 76നോട് 99 കൂട്ടിയാൽ 175, ആൻഡ് 175നോട് 18 കൂട്ടുക എത്ര? 193, 193നോട് 7 കൂട്ടുക എത്ര? 1200, 200 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് n കിട്ടി. എത്രയാണ്? ക്യാപിറ്റൽ ലെറ്റർ n, ദാറ്റ് ഈസ് ഇക്വൽ ടു 200 എന്ന് കിട്ടി. നമ്മളെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 മൈനസ് Q1 ബൈ 2. അപ്പോൾ Q3 മൈനസ് Q1 ബൈ 2 എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള അബ്സല്യൂട്ട് മെഷർ ആണ്. അപ്പോൾ Q1ഉം Q3ഉം കാണണം. Q1 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n ബൈ 4th ഐറ്റം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. 200 ബൈ 4th ഐറ്റം, ദാറ്റ് ഈസ് 50th ഐറ്റം. 200 ബൈ 4 എന്ന് പറഞ്ഞാൽ 50th. അപ്പോൾ 50 എന്ന് പറയുന്ന വാല്യൂ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? 50 എന്ന് പറയുന്ന വാല്യൂ എവിടെ ഉണ്ടാവും? അപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 76 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിൻ്റെ നേരെയുള്ള ഇതാണ് Q1. അപ്പോൾ Q1 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് 35നും 37നും ഇടയിൽ വരുന്ന ഏതോ ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് എന്ത് ഈ പറയുന്ന Q1 എന്ന് പറയുന്നത്. ഓക്കെ, 35നും 37നും ഇടയിൽ. അപ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്? L പ്ലസ് n ബൈ 4 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ അല്ലെങ്കിൽ സി. ഓക്കെ, അപ്പം L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് 35നും 37നും ഇടയിലാണല്ലോ Q1 കിട്ടിയത്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 35 അല്ലേ? ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഉള്ള ഫ്രീക്വൻസി 62. ആൻഡ് നമ്മൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നമ്മൾ എന്താണ്? ക്ലാസ് ഇന്റർവെൽ 35 ടു 37 എന്ന് പറയുമ്പോൾ 37 മൈനസ് 35 ദാറ്റ് ഈസ് ഇക്വൽ ടു 2. ഇനി സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മളെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതല്ല എടുക്കേണ്ടത്. നമ്മൾ ഏതാ എടുക്കേണ്ടത്? തൊട്ട് മുന്നിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഇക്വൽ ടു എത്രയാണ്? 14. അപ്പോൾ 14 നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കേണ്ട കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. Q1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? L പ്ലസ് n ബൈ 4 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. അവിടെ നമ്മൾ എന്താണ്? L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന Q1 ഉൾപ്പെടുന്ന ക്ലാസിന്റെ നേരെയുള്ള ഫ്രീക്വൻസി. ഓക്കെ, അതാണ് 62 ആണ് നമ്മുടെ ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുന്നിലത്തെ ഫ്രീക്വൻസി 14. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? ആദ്യം 35 അവിടെ തന്നെ എഴുതുക. 35 ആണ് ലോവർ ലിമിറ്റ്. ഇവിടെ n ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ബൈ 4 ദാറ്റ് ഈസ് ഇക്വൽ ടു 50 മൈനസ് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഈ തൊട്ട് മുന്നിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതാണ് എത്ര? 14 ഡിവൈഡഡ് ബൈ 62. 62 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫ്രീക്വൻസി, അതിൻ്റെ നേരെ ഉള്ള ഫ്രീക്വൻസി. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ 36.16 എന്ന് വരും. അപ്പോൾ 50 മൈനസ് 14 ഡിവൈഡഡ് ബൈ 62 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 35 അവിടെ തന്നെ വെക്കുക. 50 മൈനസ് 14 എത്രയാണ്? 36 ബൈ 62 ഇൻറ്റു 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 35 അവിടെ തന്നെ അഗെയിൻ വെക്കുക. 36 ബൈ 62 ആദ്യം ഈ ഡിവിഷൻ ചെയ്യുക. 36 ബൈ 62 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.580 ഇൻറ്റു 2 അവിടെ തന്നെ വെക്കുക. അടുത്ത സ്റ്റെപ്പിൽ അഗെയിൻ 35 അവിടെ തന്നെ വെക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക 1.16, ഇത് രണ്ടും കൂട്ടുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം മൈനസ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് Q
1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36.16. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ Q3നെയും കണ്ടുപിടിക്കുക. അപ്പോൾ Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു n/4 ഐറ്റം, അല്ലെങ്കിൽ 3 ഇൻറ്റു നേരത്തെ കിട്ടിയ 50, 3 ഇൻറ്റു 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 150th ഐറ്റം. അപ്പോൾ 150 എന്ന് പറയുന്നത് എവിടെയാണ് വരിക? 150 എന്ന് പറയുന്നത് എവിടെയാണ് വരിക നോക്കുക. ഓക്കെ, അപ്പോൾ 150 വരുന്നത് ഇവിടെയാണ് അല്ലേ? ഈ ഒരു ക്ലാസ് ആണ് 150 വരുന്നത്. അപ്പോൾ 38നും 40ക്കും ഇടയിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, L പ്ലസ് 3n/4 മൈനസ് CF ബൈ എഫ് ഇൻറ്റു ഐ. അപ്പം ഞാനിത് പോസ് ചെയ്യുന്നത് അത് ഓരോ സ്റ്റെപ്പിനുമാണ് ഞാൻ പോസ് ചെയ്യുന്നത്. ആദ്യം L പ്ലസ് 3n/4 മൈനസ് CF ബൈ എഫ് ഇൻറ്റു ഐ. അപ്പോൾ 3n/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 3n/4 ഓൾറെഡി കിട്ടിയതാണ്, 50 ആണ് അല്ലേ? നമുക്ക് കിട്ടി 50 ആണ്. ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലാണ്, അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലാണ്. അത് 2 എന്ന് നമുക്കറിയാം അല്ലേ? ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 38നും 40ക്കും. അപ്പോൾ 38 ആണ് നമ്മുടെ ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത് ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുന്നിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 99ഉം 76ഉം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം 38 എഴുതുക, പ്ലസ് നമ്മുടെ 3n/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആണ്. Then minus cumulative frequency, that is equal to 76 by 99 into 2. അപ്പോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്ര വാല്യൂ കിട്ടും. ഓക്കെ, 36.16 സോറി 39.49 എന്ന് കിട്ടും. ഓക്കെ, 39.49 എന്ന് കിട്ടും. ഇനി ക്വാർട്ടർ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ദാറ്റ് ഈസ് Q3 മൈനസ് Q1/2. Q3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 39.49 മൈനസ് 36.16. അപ്പോൾ ഇത് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. ഓക്കെ, ഈ വാല്യൂവിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, 39.49 നിന്ന് 36.16 മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.67 കിട്ടും. ഇനി കോഫിഷ്യന്റ് ക്വാർട്ടർ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ Q3 എത്രയാണ്? ഇതാണ് 39.49 മൈനസ് 36.16 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക, 39.49 പ്ലസ് 36.16. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ എത്ര കിട്ടും? 0.444 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ. നമ്മൾ ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്. ഇത് എക്സ്ട്രീം വാല്യൂസിനായിട്ട് എന്താണ് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഓപ്പൺ എൻഡ് ക്ലാസ് അങ്ങനത്തെ കേസിലൊക്കെ ഈ ഒരു ക്വാർട്ടർ ഡീവിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വാല്യൂ നല്ലോണം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനിപ്പുലേഷൻ, മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ഒന്നും ക്യാപ്പബിൾ അല്ല. അതുപോലെ തന്നെ ആവറേജിന് it does not show the scatteredness around average. ആവറേജിന് ചുറ്റും നമ്മൾ സ്കാറ്റേർനെസ് അതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറ്റില്ല? ഈ ഒരു ക്വാർട്ടർ ഡീവിയേഷൻ പറ്റില്ല. ഓക്കെ.